PM ശ്രീ ആണല്ലോ ആകെ വിവാദമായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട MP ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾ ചോദിച്ചു. PM ശ്രീയിൽ കേരളം ഉൾപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്? ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ തന്നെ UDF കേന്ദ്രങ്ങളും നിരന്തരം LDFനെ ആക്രമിക്കുന്നത് മുൻ സർക്കാർ V ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഒക്കെ PM ശ്രീ പദ്ധതിയുമായി ഏറെ ദൂരം മുന്നോട്ട് പോയിരുന്നു. അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഏകദേശം 95 കോടി രൂപ ഇവർ കൈപ്പറ്റി എന്നൊക്കെയായിരുന്നു പ്രചരണങ്ങൾ. ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ്സുകാരനാണല്ലോ. ഡീൻ കുര്യാക്കോസിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ജയന്ത് അദ്ദേഹം നൽകിയ മറുപടിയിൽ വ്യക്തമായി പറയുന്നുണ്ട്, കേരളം ആദ്യഘട്ടത്തിൽ PM ശ്രീയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച് ഒപ്പുവച്ചിരുന്നു. എന്നാൽ ഇതിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് ചലഞ്ച് മോഡുകൾ, സ്കൂളുകൾ ഏതൊക്കെയായിരിക്കണം, സ്കൂളുകളിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഒരുക്കേണ്ടത് എന്ന് കണ്ടെത്താൻ ആളുകളെ സർക്കാർ നിയോഗിച്ചിരുന്നില്ല. സർക്കാർ പിന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, സ്കൂളുകളിൽ കുട്ടികളുടെ ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോ രേഖകൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന സമയം അതുപോലെ PM ശ്രീയിൽ പ്രത്യേക വിധത്തിൽ ഇത് അപ്ലോഡ് ചെയ്യണം. അതും സർക്കാർ ചെയ്തിരുന്നില്ല. പിന്നെ ഈ സർക്കാർ, അതായത് ഇടതുമുന്നണി സർക്കാർ ചെയ്തത്, ഇതിന്റെ വിശദാംശങ്ങൾ പഠിച്ചപ്പോൾ അത് കേരളത്തിന്റെ മത സാംസ്കാരിക സൗഹാർദ്ദ രംഗത്തിന് അത് പ്രതിസന്ധി തീർക്കും എന്ന പല വിദഗ്ധരുടെയും ഉപദേശങ്ങൾ സ്വീകരിച്ച ശേഷം അത് വലിയ വ്യാപകമായ എതിർപ്പുകൾക്ക് കാരണമാകുമെന്ന് കണ്ട് ആ പദ്ധതി മരവിപ്പിക്കുകയാണ്, പദ്ധതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് കേന്ദ്രത്തിന് കത്തെഴുതുകയും ചെയ്തു. അപ്പോൾ ഡീനിന്റെ 4ാമത്തെ ചോദ്യം ഉയർന്നു വരുന്നു, എത്ര രൂപ കൊടുത്തു? പദ്ധതിയിലില്ല. അപ്പോൾ എത്ര രൂപ? 1 രൂപയും PM ശ്രീ പദ്ധതി മുഖാന്തരം സംസ്ഥാന സർക്കാരിന്, അതായത് ഇടതുമുന്നണി സർക്കാരിന് കിട്ടാൻ ഇടയില്ല. അപ്പോൾ ഈ 95 കോടി 405 കോടി 452 കോടി എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയമുണ്ടാകാം. അപ്പോൾ ഡീൻ കുര്യാക്കോസ് ഈ സംശയം പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി, ഈ 450 കോടി എന്ന് പറയുന്നത് SSA ഫണ്ടാണ്. അത് എല്ലാ കാലവും സർക്കാരുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കുന്നതാണ്. അതിന്റെ ആദ്യ ഗഡുവായ 95 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്, ഇടതുമുന്നണി സർക്കാർ ലഭിച്ചതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അപ്പൊ പിന്നെ ഈ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുന്ന തരത്തിൽ UDF സർക്കാർ, ഇടതുമുന്നണിയാണ് ഇത് ചെയ്തു വെച്ചത്, തുടങ്ങി വെച്ചത് എന്ന് പുരപ്പുറത്ത് കയറി നിന്ന് വീമ്പിളക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു തർക്കവുമില്ല. ഇപ്പോൾ UDF സർക്കാർ മുൻ ഇടതുമുന്നണി സർക്കാരിനെ കടന്നാക്രമിക്കുന്നതിൽ PM ശ്രീയുടെ കാര്യത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇനി PM ശ്രീ വന്നാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് കൂടി നമ്മൾ അറിയണം. രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ കുറച്ചധികം ദോഷങ്ങൾ ഉണ്ടാകാം. നമ്മുടെ മത സൗഹാർദ്ദ തലത്തിൽ നോക്കിയാൽ, അതായത് ചരിത്രപരമായും കേരളത്തിന്റെ മത സാമൂഹിക നിലപാടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിന് അനുയോജ്യമായ ഒരു മത സാംസ്കാരിക രാഷ്ട്രീയ അന്തരീക്ഷമല്ല PM ശ്രീ ഒരുക്കുന്നത്. എന്നാൽ PM ശ്രീ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളുകൾ കേരളത്തിൽ ഇപ്പോഴുണ്ടോ എന്നൊരു സംശയം തോന്നില്ല നമുക്ക്. തീർച്ചയായും കേരളത്തിൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ PM ശ്രീ പദ്ധതി അനുസരിച്ച് നടക്കുന്നവയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചില എഴുത്തുകൾ വായിക്കുകയും ചെയ്തു. അവിടങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പ്രശ്നമൊന്നുമില്ല. കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ PM ശ്രീ പദ്ധതി എന്ന് ആ ഫണ്ട് ആണ് ആ സ്കൂളുകളുടെ വികസനത്തിനും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി വിനിയോഗിക്കുന്നത്. ആ മാതൃകയിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ ദേശീയ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നു, അതിന് വിമർശനമുണ്ടായി. പക്ഷെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ധാരാളം സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് ഇതിനെ വിമർശിക്കുകയില്ല. എന്താണ് ഇതിന്റെ വസ്തുത? എന്തുകൊണ്ടാണ് സംസ്ഥാനം ഇങ്ങനെ, ഇടതുമുന്നണി സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്? അത് ഏതൊക്കെ തലത്തിലായിരുന്നു? ഇപ്പൊ തന്നെ UDFനകത്ത് നിന്ന് മുസ്ലിം ലീഗ്, സമസ്ത അവരൊക്കെ ശക്തമായ വിയോജിപ്പ് PM ശ്രീക്കെതിരെ ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മുൻ സർക്കാർ അത് ചെയ്തു എന്ന വ്യാജേന ഇത് ചെയ്യാൻ ഒരുങ്ങുന്നത് ഒരു നീതികേടാണ്. അത് കേരളം തനതായ കേരള മാതൃകയ്ക്ക് വെല്ലുവിളിയാണെങ്കിൽ അത് ഉപേക്ഷിക്കുക. അല്ല, അത് കൃത്യം കേരളത്തിന്റെ മാതൃകയ്ക്കോ കേരളത്തിന്റെ മത സാംസ്കാരിക രംഗത്തിനോ മൂല്യങ്ങൾക്കോ തകരാറില്ല എന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന്, പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരം സ്കൂളുകൾ പ്രവർത്തിക്കുമ്പോൾ അത് നടപ്പിലാക്കുന്നതിൽ പ്രതിസന്ധിയൊന്നുമില്ല എന്ന് സർക്കാർ കൃത്യമായി സുതാര്യമായി പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കാനുള്ള ആർജവവും സർക്കാർ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.